ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ വചനം വായിച്ചു നോക്കിയാലോ. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1000. ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്നു മുതൽ സാവൂള് ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. ഇത് 1 സാമുവേൽ 18-ാം അധ്യായം 8-ാം തിരുവചനം. എന്താ വചനം പറയുന്നത് നമുക്ക് നോക്കിയാലോ. നിന്റെ ജീവിതം ആനന്ദപ്രദമായി തീരണമെങ്കിൽ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ ജഡത്തിൽ നിന്നും ജനിച്ചതിൻ്റെ ഫലമാണ്. മറ്റൊരു വാക്കിൽ നീ ഇപ്പോൾ ജഡികനാണ്. ജഡിക മനുഷ്യന് ജഡത്തിൻ്റെ പ്രവണത അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അഥവാ അവന് കിരാത മനുഷ്യൻ്റെ സ്വഭാവമായിരിക്കും. ജഡിക മനുഷ്യൻ അവൻ്റെ സുഖത്തിനായി ജീവിക്കുന്നു. എല്ലാവരും അവൻ്റെ സുഖത്തിനായി ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നു. അതിനായി ഏത് അറ്റം വരെയും അവൻ പോകും. അങ്ങനെ സർവരെയും അവൻ മുറിവേൽപ്പിക്കുന്നു, അവനും മുറിവേൽക്കുന്നു. ആട്ടിടനായിരുന്ന ദാവീദിനോട് പക തോന്നാനും അവനെ കൊല്ലുവാനും സാവൂളിന് പ്രേരണ നൽകിയതും പിശാചാണ്. ദാവീദിൻ്റെ വളർച്ച തൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് സാവൂളിന് തോന്നി. ഓക്കെ, താങ്ക് യു.